വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന സലൂണിലാണ്. അത് നമ്മുടെ സ്വന്തം ഫെയർ സലൂണിലാണ് കേട്ടോ ഞാൻ ഇന്ന് പോയിരുന്നത്. വേൾഡ് ലാർജസ്റ്റ് സലൂൺ കൂടിയാണ് നമ്മുടെ ഫെയർ സലൂൺ. ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്തിരുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. കാരണം മുടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഫെയറിൽ നിന്ന് ചെയ്യുമ്പോൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സർവീസ് ആയിക്കോട്ടെ, യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരുന്നാലും എല്ലാം നമ്മുടെ കാണിച്ചിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമുക്ക് എന്തൊക്കെ സർവീസാണ് വേണ്ടതെന്നുള്ളത് ചോദിച്ചറിഞ്ഞ് നമുക്ക് നമ്മുടെ പേരും നമ്മൾ ഇന്നായ ടൈം, പിന്നെ എന്തൊക്കെയാണ് സർവീസ്, അതായത് ഹെയർ കട്ടാണോ, സ്പായാണോ, ഫേഷ്യലാണോ, ത്രെഡിങ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ട് നമുക്കൊരു പേപ്പർ തന്നു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിരുന്നത്. ഡാൻഡ്രഫ് കുറച്ച് കൂടുതലായതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെയാണ്, അതായത് അതിൻ്റെ സ്പായാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലൈറ്റ് മ്യൂസിക്കും നമ്മുടെ ഹെഡ് മസാജിങ്ങും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ. ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു എനിക്ക് ഇടയ്ക്ക്. എന്നുവെച്ചാൽ നമ്മൾ ഹെഡൊക്കെ നന്നായിട്ട് ഒരു മസാജ് ചെയ്ത് ഭയങ്കര റിലാക്സാണ്. ഹെഡ് മാത്രമല്ല, ഈ സ്പായുടെ കൂടെ നമ്മുടെ കൈയും ബാക്ക് പോർഷൻ, അത് നമ്മുടെ കുറുക്കിൻ്റെ പോർഷൻ, നമ്മുടെ നെക്ക് ഒക്കെ ആയിട്ട് ഭയങ്കര റിലാക്സിങ് ആണ് അവർ ചെയ്യുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ സ്പായുടെ സെക്ഷനിൽ ആംബിയൻസ് ഇതാണ് കേട്ടോ, അടിപൊളിയാണ്. അവിടുന്ന് നേരെ ഞാൻ സ്പായൊക്കെ ചെയ്തിട്ട് ഹെയർ കട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഹെയർ കട്ടും കളറിങ്ങും ആണ് ചെയ്യുന്നത്. ബ്രൗൺസ് ആ കളറാണ് എൻ്റെ ഫേസിന് ചേരുന്നതെന്ന് പറഞ്ഞിട്ട് അവർ തന്നെയാണ് സെലക്ട് ചെയ്ത് തരുന്നതും. നമ്മുടെ ഫേസിനനുസരിച്ച് ഹെയർ കട്ടായിരുന്നാലും കളറായിരുന്നാലും അവർ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ അത് സജഷനൊക്കെ ചെയ്തു തരും കേട്ടോ. സ്പായുടെ റേറ്റ് വരുന്നത് 850 പ്ലസ് GST ആണ്. അതേപോലെ ഹെയർ കട്ടിന് 350 ആണ്. ഹെയർ കളർ നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് വന്നിട്ട് 650 ആണ്. ഞാൻ ചെയ്തത് 1650-യുടേതായിരുന്നു. ആദ്യമൊക്കെ കൊള്ളായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടെങ്കിലും പിന്നെ ചെയ്തു വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഹെയർ കട്ട് ചെയ്താലും സ്പാ ചെയ്താലും നമ്മുടെ ഹെയറിൽ എന്ത് ചെയ്താലും ആദ്യം അവരൊന്ന് വാഷൊക്കെ ചെയ്ത് നല്ല ക്ലീൻ ആക്കി, ഷാമ്പൂ ഒക്കെ ചെയ്ത് നല്ല ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നാലും എന്തായിരുന്നാലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെയർ കളറിങ് ഒക്കെ ചെയ്ത് ഒന്നുകൂടെ ഹെയർ വാഷ് ചെയ്യാൻ പോവാണ്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇന്ന് 3 കുളിയായി. അപ്പോൾ പിന്നെ ഇനി 3 ദിവസത്തേക്ക് കുളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുള്ള സന്തോഷത്തിലായിരുന്നു പിന്നെ ഞാൻ ഇരുന്നത്. ഒരു സിസ്റ്ററിൻ്റെ ലുക്കൊക്കെ തോന്നുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾക്കും തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തലയൊക്കെ തോർത്തിയിട്ടായിരുന്നു നമുക്ക് ഇനി അടുത്ത് ഹീറ്റ് ചെയ്യേണ്ടത്. എലിവാല് പോലെ ഇരിക്കുന്ന എൻ്റെ മുടിയെക്കുറിച്ചാണ് കേട്ടോ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹെയർ നന്നായിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ കളറിങ് കഴിഞ്ഞിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയർ കുറച്ച് തിന്നായതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് കട്ടോ ലെയർ കട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ട് ഹെയർ തോന്നിക്കും എന്നാണ് പുള്ളി പറഞ്ഞു തരുന്നത്. പക്ഷെ ഞാൻ ഓൾറെഡി സ്ട്രെയിറ്റ് ആയിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് യുവോ വിയോ ഞാൻ സജസ്റ്റ് ചെയ്തായിരുന്നേ. ഫ്രണ്ടിലത്തെ പോർഷനിലും കൂടെ ജസ്റ്റ് 2 സൈഡിലായിട്ട് കുറച്ച് ഹെയറും കൂടെ ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വി ആയിരുന്നു പിന്നീട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയിരുന്ന എൻ്റെ ഹെയറാണ് കേട്ടോ അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നത്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എൻ്റെ ഈ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നും കൂടെ ഒന്ന് പറയണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പൂച്ചെടികളും പൂക്കളെ വെള്ള സുരുൾ മുടിയോടും മകൻകളെ വഴങ്ങിട